ഹായ്, സംഗീതയാണേ. നമ്മൾ ഇന്നലെ അവല് വിളയിച്ചതും വെള്ളനാരങ്ങ കാന്താരി അച്ചാറുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ അവല് വിളയിച്ചത് നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 250ന്റെ പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി പാക്ക് ചെയ്യാനുള്ളത് വെള്ളനാരങ്ങ കാന്താരി അച്ചാറാണ്. അപ്പോൾ നമുക്കത് പാക്ക് ചെയ്യാം. അപ്പൊ ഞാനിത് മിക്സ് ചെയ്തിട്ടൊന്നുമില്ല, നമ്മൾ ഇന്നലെ ചെയ്ത് വെച്ചതുപോലെ തന്നെ ഇരിക്കുവാണ്. നന്നായിട്ട് തണുത്തിരിപ്പുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ വെള്ളനാരങ്ങ അച്ചാറ്. ഒട്ടും വെള്ളത്തിന്റെ അംശം ഒട്ടും ഇല്ലാണ്ട് വെളുത്തുള്ളി, ഇഞ്ചിയും അതുപോലെ നമ്മുടെ കാന്താരി മുളകും കറിവേപ്പിലയും ഒക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ ഈർപ്പത്തിന്റെ ഒട്ടും അംശം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് കുറച്ചധികം നാൾ ഇത് കേടാകാതിരിക്കും. അപ്പൊ അതങ്ങനെ ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ കാന്താരി കുറച്ച് നാൾ ഇരുന്ന് അതിന്റെ ആ ഒരു അഴുകി വന്ന് ആ നാരങ്ങയായിട്ട് ചേരുമ്പോഴാണ് അതിന്റെ കറക്റ്റ് ആ ഒരു രുചി കിട്ടുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും നന്നായിട്ട് വറുത്ത് കോരി എടുത്തേക്കുന്നത്. ഇവിടെ ഞാൻ ഒരു സ്പൂണിലൊന്ന് കോരി കാണിച്ചു തരാം കേട്ടോ. ഇതാണേ. അപ്പോൾ നമുക്ക് ബോട്ടിലേക്ക് നിറയ്ക്കാം. അപ്പോൾ ഞാൻ ബോട്ടിലെടുത്തിട്ടുണ്ടേ. ഒരു സ്പൂണൊന്ന് കോരി കാണിക്കാം കേട്ടോ. ഇതാണേ നമ്മുടെ വെള്ള നാരങ്ങ കാന്താരി അച്ചാറ്. അപ്പൊ ഇത് നല്ലതായിട്ട് ഒരു 3 മാസം 4 മാസമൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇത് അഴുകി ഈ നാരങ്ങയും ആ ഒരു കാന്താരിയും കൂടെ നന്നായിട്ട് മിക്സ് ആകുമ്പോഴത്തേക്കാണ് ഇതിന്റെ കറക്റ്റ് ആ ഒരു രുചി നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ അഴുകിയിട്ടുണ്ട്, നമ്മളത് പുഴുങ്ങിയെടുത്തുകൊണ്ട് തന്നെ അത് അഴുകിയിട്ടുണ്ട്. ടേസ്റ്റിന് വലിയ കുഴപ്പമില്ല. എന്നാലും കുറച്ച് രുചി കൂടുതൽ കിട്ടുന്നത് ഒരു 3-4 മാസമൊക്കെ വെച്ചിരുന്നിട്ട് ഇത് ഉപയോഗിക്കുമ്പോഴാണ് ഇതിന്റെ രുചി കിട്ടുന്നത്. അപ്പൊ അതുപോലെ നമുക്ക് ഇന്നിനി ചെയ്യാനുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇഞ്ചിക്കറി നമ്മൾ ചെയ്യുന്നുണ്ട്, അതുപോലെ മാങ്ങാച്ചാറുണ്ട്, പിന്നെ ചിക്കൻ അച്ചാർ ചെയ്യുന്നുണ്ട്. നാളെ നമുക്ക് ചമ്മന്തിപ്പൊടിയും അവലോസ് പൊടിക്കും ഓർഡർ ഉണ്ട്. അപ്പൊ അതും കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലേതെങ്കിലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.